നമുക്കിന്ന് ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. നമുക്ക് പലർക്കും വളരെ പരിചയമേറിയ ഒരു അധ്യായമാണ്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുനാൾ മുതൽ നമ്മൾ കേട്ടുപഠിച്ച ഒരു കാര്യമാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും വെടിവെച്ച സംഭവത്തെക്കുറിച്ച്. അത് നമ്മുടെ കൊച്ചുനാളിൽ നമ്മൾ കഥയായിട്ടുമൊക്കെ ഒരുപാട് കേട്ടിരിക്കുന്നത് കൊണ്ട് ഈ അധ്യായം ഒരു വിഷയിൽ പലർക്കും വളരെ പരിചയമുണ്ടായിരിക്കും. എന്നിരുന്നാലും ഇതിൽ നിന്ന് നമുക്ക് അതുകൂടാതെ കുറച്ചുകൂടി കാര്യങ്ങൾ ദാനിയേലിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ ഈ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം തുടങ്ങുന്നത് ഒരു ദാരിയാവേശ് രാജാവിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ്. ദാറ്റ് ഈസ് കിങ് ഡാരിയസ് എന്ന് പറഞ്ഞാൽ ഈ 5-ാം അധ്യായം നമ്മൾ നിർത്തിയപ്പം മനസ്സിലാക്കി 5-ാം അധ്യായത്തോടുകൂടി ബാബിലോൺ സാമ്രാജ്യം അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ ബെൽസാസറിൻ്റെ കാലത്ത് ദാനിയേൽ ബെൽസാസർ കണ്ട ആ ഒരു എഴുത്ത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയായിരുന്നു. ആ എക്സ്പ്ലനേഷൻ മറ്റൊന്നുമല്ലായിരുന്നു, ബെൽസസറിനെതിരെയും അതുപോലെ ബാബിലോൺ സാമ്രാജ്യത്തിനെതിരെയുമുള്ള ഒരു ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആ രാത്രിയിൽ തന്നെ, അതായത് 5-ന്റെ 30-31 വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ ഈ മേദ്യ പേർഷ്യ എന്ന് പറഞ്ഞത് ഒരു കമ്പൈൻഡ് കിങ്ഡമാണ്. മേദ്യൻ ആയിരിക്കുന്ന ദാരിയാവേശ് രാജാവാണ് അത് ഏറ്റെടുത്തത്, ആ ഒരു സാമ്രാജ്യം ഏറ്റെടുത്തത്. അതിനകത്ത് നമ്മൾ വായിക്കുന്നു, ദാരിയാവേശ് രാജാവും ഖൊരേഷ് അല്ലെങ്കിൽ സൈറസ് രാജാവും അതിനകത്തെ പവർഫുൾ പേർഷ്യൻ രാജാവ് തന്നെയാണ്. എന്നാൽ ഈ ബാബിലോണിനെ പിടിച്ചടക്കി അതിൻ്റെ ഭരണം, ആ ദേശത്തിൻ്റെ ഭരണം ദാരിയാവേശ് രാജാവ് ഏറ്റെടുത്തു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടുകയും പിടിച്ചെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞത് ദൈവം പ്രവചനമായിട്ട് ഇതിനൊക്കെയും വർഷങ്ങൾക്ക് മുമ്പേ, ഏതാണ്ട് 175 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാവ് പ്രവാചകനിലൂടെ ഈ ഒരു സംഭവം രചിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഉള്ള 2-3 വചനങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്ന് ഈ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ആദ്യത്തെ വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 21-ന്റെ 2-ഉം അതിൻ്റെ 9-ാമത്തെ വചനം, അതായത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ച്, അത് സംഭവിക്കുന്നതിൻ്റെ ഏതാണ്ട് 175 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചതാണ്. ഈ 2 വാക്യങ്ങളും നമുക്ക് വായിക്കാം. എൻ്റെ 2-ാമത്തെ വാക്യത്തിൽ യെശയ്യാവിന് ഉണ്ടായ ഒരു വലിയ വിഷനാണ്. ആ വിഷനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കഠിനമായൊരു ദർശനമാണ് എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ കയറി ചെല്ലുക, മേദിയെ നിരോധിച്ചു കൊള്ളുക. ഏലാം എന്ന് പറയുന്നത് പേർഷ്യയാണ്. അതുപോലെ മേദ്യ അത് തന്നെ നമ്മൾ മേദ്യ പേർഷ്യ. അപ്പോൾ ഇവരോട് 2 പേരോടും ദൈവം പറയുകയാണ്, കയറി ചെന്ന് ഇവരെ നിരോധിച്ചു കൊള്ളുക. അപ്പം ഏദോമ്യർ ഈ പേർഷ്യയും മേദ്യരും വരണമെങ്കിൽ ഇവിടെ അത് പറയുമ്പോൾ അവർ ആർക്കെതിരെയാണ് നിരോധനം കൊണ്ടുവരേണ്ടത്? അന്ന് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തിന് നേരെ നിരോധിച്ചു കൊള്ളാനായിട്ട് ദൈവം അവരോട് പറയുകയാണ്. അതിൻ്റെ ഞരക്കമൊക്കെ ഞാൻ നിർത്തിക്കളയും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ദൈവം ഇസ്രായേൽ ജനത്തെ ബാബിലോണിലേക്ക് കൊണ്ടുപോയത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നില്ല. പക്ഷേ ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തോട് നിരന്തരം അനുസരണക്കേട് ചെയ്തപ്പോൾ, രാജാക്കന്മാരുടെ കാലത്ത് നിരന്തരം ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ യഹൂദജനം മാത്രമല്ല, യഹൂദജനത്തെ നയിച്ചവരും ദൈവത്തിൻ്റെ ഹിതം വിട്ട് ജീവിച്ചതിൻ്റെ ഫലമായിരുന്നു ബാബിലോൺ പ്രവാസം. അങ്ങനെ യെരമ്യാ പുസ്തകത്തിലൂടെയൊക്കെയും ദൈവം ഇവരോട് നേരത്തെ തന്നെ പറഞ്ഞു,
നിങ്ങൾ 70 സംവത്സരം ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ചെന്നിട്ട്. ഈ 70 സംവത്സരം കഴിഞ്ഞിട്ടും ഈ ബാബിലോൺ ആൾക്കാർക്ക് യഹൂദന്മാരെ തിരികെ വിടാനൊന്നുമുള്ള ഒരു ദേശവുമില്ല. അവർ വളരെ ഹാർഷായിട്ടുള്ളൊരു നേഷൻ തന്നെയാണ്. അവരുടെ സ്വഭാവത്തിനൊരു മാറ്റമൊന്നുമില്ല. ആ സ്വഭാവം അല്ലെങ്കിൽ അവർ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപാട് ദ്രോഹിക്കുന്നവരാണ്. ആ ദ്രോഹം ദൈവം അനുവദിച്ചതാണ് 70 കൊല്ലത്തേന്. എന്നാൽ 70 കൊല്ലത്തിന് ശേഷം പിന്നെയും അവരവരുടെ ദ്രോഹം തുടർന്നപ്പോൾ ദൈവം മറ്റൊരു സാമ്രാജ്യത്തെ ദൈവം ഉയർത്തി. അതായത് മീദിയും പേർഷ്യയും എന്നുള്ള ആ 2 സാമ്രാജ്യത്തെ ഉയർത്തിയിട്ട് ഇവർക്കെതിരെ തിരിയാൻ പറയുകയാണ്. അപ്പം ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യെശയ്യാവിന് കൊടുത്ത പ്രവചനമാണ് ഈ ബാബിലോൺ നശിക്കപ്പെടും. അതിൻ്റെ 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തകർച്ച പറയുകയാണ്. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നിലത്ത് വീണ് തകർന്ന് കിടക്കുന്നു എന്ന് അവൻ പറഞ്ഞു. സോ ഇവിടെ യെശയ്യാവ് കാണുന്നത് ഈ ബാബിലോണിൻ്റെ ഒരു പതനമാണ്. ഇതും വെളിപാട് പുസ്തകത്തിലെ ബാബിലോണും രണ്ട് കാര്യങ്ങളാണ്. അത് എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് വരുന്ന ബാബിലോണിയൻ സിസ്റ്റം, അത് റിലീജിയസ് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക്കൽ സിസ്റ്റം അടങ്ങിയിരിക്കുന്ന ദ ഹോൾ സിസ്റ്റം ഈസ് ഗോയിങ് ടു ഫോൾ. അതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഇത് ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കാര്യം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രവചനമാണ്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമുക്ക് മറ്റൊരു വേർഡും കൂടി നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം 26-ാമത്തെ വചനം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിലെ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും. ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകുക, നിൻ്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. ഇനിയും ശ്രദ്ധിക്കുക. കോരേഷ് അല്ലെങ്കിൽ സൈറസ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ഈ സംഭവം നമുക്കറിയാം. എസ്രായുടെ പുസ്തകത്തിലും നെഹമ്യായുടെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ്. ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും എസ്രായുടെ പുസ്തകത്തിലാണല്ലോ കോരേഷ് രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ കോരേഷ് രാജാവ് എന്ന് പറയുന്നത് മേദിയ പേർഷ്യയുടെ ഒരു എംപയറാണ്. അവർക്ക് എംപററായിരുന്നു, രാജാവാണ്. അതിനകത്ത് ഇപ്പം ദാരിയാവേശ് രാജാവ് മേദിയയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ പേർഷ്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു സൈറസ്. ഇതിൽ പവർഫുൾ സൈറസ് തന്നെ ആയിരുന്നു. ദൈവവും സൈറസിനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ദൈവം വിളിക്കുന്നത് കോരേഷ് എൻ്റെ ഇടയൻ, എൻ്റെ ഷെപ്പേർഡ്, അവൻ എന്തു ചെയ്യും? എൻ്റെ ഹിതം ചെയ്യും. ഒരു ജാതീയ രാജാവാണ്. പക്ഷേ ഈ കോരേഷ് രാജാവ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ ഹിതം. അവിടെ വെച്ചുള്ള ദൈവഹിതം എന്താ എന്ന് പറഞ്ഞാൽ, ഈ സംഭവം നടക്കുമ്പോൾ 70 കൊല്ലം പിന്നിട്ടു. 70 കൊല്ലം ദൈവം പ്രവാസികളായിട്ട് യഹൂദന്മാരെ വിട്ടതിൻ്റെ കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ തിരികെ യെരൂശലേമിലേക്ക് പോകണം. അതെന്തായാലും ബാബിലോൺ സാമ്രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ തിരിച്ചുപോക്ക് നടക്കത്തില്ല. എന്നാൽ ദൈവം അതുകൊണ്ടാണ് ബാബിലോണിനെ തകർത്തതും അടുത്ത ദാരിയാവേശ് രാജാവും കോരേഷ് രാജാവിൻ്റെ മേദിയ പേർഷ്യ ഭരണ സംവിധാനം അവിടെ വരികയും ചെയ്തത്. എന്നിട്ട് കോരേഷ് രാജാവിന് ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും. അവൻ എന്ത് ചെയ്യും? യെരൂശലേമിനെ വീണ്ടും പണിയും. ജെറുസലേം ഷാൽ ബി ഇൻഹാബിറ്റഡ്. അത് ഡിസൊലേറ്റ് ആയിട്ടായിരുന്നു 70 കൊല്ലം കിടന്നെങ്കിൽ തിരികെ ദാറ്റ്സ് ഗോയിങ് ടു ബി ഇൻഹാബിറ്റഡ്. അതിനകത്ത് ആളുകൾ വന്ന് പാർക്കുവാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ പള്ളിയെക്കുറിച്ച് പറയുന്നു. മന്ദിരം നെബൂഖദ്നേസർ കത്തിച്ച് കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യൻ. എന്നാൽ ദൈവം പറയുകയാണ്, ആ ടെമ്പിളിന് തിറക്കല്ലിടുമെന്നും പറഞ്ഞാണ് അവിടെ പ്രവചനം നിർത്തുന്നത്. അല്ലെങ്കിൽ 44-ാം അധ്യായം നിൽക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ നമുക്ക് 45-ൻ്റെ 1-2 വചനങ്ങളും കൂടി ഒന്ന് വായിക്കാം.
യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശനോട്, വീണ്ടും കോരേശനെ വിളിക്കുന്നത്, ഒന്ന് വിളിച്ചു എൻ്റെ ഇടയൻ, രണ്ട് ദൈവം നിയമിച്ച ഇടയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിയമിച്ച ദൈവത്തിൻ്റെ ഇടയൻ. രണ്ട്, ദൈവം ഇവിടെ പറയുന്നു എൻ്റെ അഭിഷക്തൻ, എൻ്റെ അനോയിൻറ്റഡ്. നോക്ക്, ഇതെല്ലാം ജാതീയ രാജാവിനെക്കുറിച്ച് ദൈവം പറയുകയാണ്. നമ്മൾ നെബൂഖദ്നേസറിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. ദൈവം വിളിച്ചു എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. സോ ഏത് കോണ്ടെക്സ്റ്റിലാണ് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ആളുകളെ ദൈവം ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. മേ നോട്ട് ബി അവർ കർത്താവിനെ ഫോളോവേഴ്സൊന്നും ആയിരിക്കണമെന്നില്ല, ദൈവത്തെ സത്യം അറിയണമെന്നൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ ദൈവം ആരെ വേണമെങ്കിലും ദൈവം ഉപയോഗിക്കുമെന്നുള്ളതാണ്. യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചറുകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് മുന്നിൽ തുറക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഓടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ ആ സൈറസ് രാജാവിനെ ദൈവം നിയോഗിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ദാരിയാവസ് രാജാവിനേക്കാളും ഇമ്പോർട്ടൻ്റായി, അല്ലെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു രാജാവ് കോരേശ് രാജാവ് തന്നെയാണ്. ഈ മേദ്യ പേർഷ്യ ഇങ്ങനെ ഭരണം ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രവചനം നമ്മളിപ്പം വായിച്ചത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇത് സംഭവിക്കുന്നതിൻ്റെ 125 വർഷങ്ങൾക്കൊക്കെ മുമ്പേ ദൈവം യെശയ്യാവിലൂടെ പ്രവചിച്ചതാണ്. അപ്പോൾ ഇത് ദൈവം മുന്നമേൽ കണ്ടതുകൊണ്ട് തന്നെ ഒരു നെബൂഖദ്നേസർ വിചാരിച്ചാലോ, നെബൂഖദ്നേസറിൻ്റെ കൊച്ചുമകനായ ബെൽഷസ്സർ വിചാരിച്ചാലോ, ഒരു ദിവസം പോലും അവരുടെ സാമ്രാജ്യം നീട്ടുവാനായിട്ട് സാധിക്കത്തില്ല. ഒരാളെ രാജ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതും അവിടുന്ന് താഴെ ഇറക്കുന്നതും മറ്റൊരാളെ അതിലേക്ക് ആക്കുന്നതും ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന കുറേ വചനങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇന്നും നമ്മൾ വിചാരിക്കരുത് പഴയ കാലത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തും ഓരോ ഭരണ സംവിധാനം മാറി മറിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓർക്കും, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തു ഈ ഭരണമൊന്നും ഒരിക്കലും വരികയില്ല എന്ന്. എന്നാൽ നമ്മൾ വിചാരിക്കാത്ത ഭരണ സംവിധാനങ്ങളൊക്കെയും പിന്നീട് വരുന്നു. നമ്മൾ ഇതിനെതിരെ ഒന്നും പോരാടിയിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത്, ദൈവം കൽപ്പിക്കുന്നത് പോലെയും ദൈവം തീരുമാനിക്കുന്നത്, ദൈവത്തിൻ്റെ സർവാധിപത്യം നമ്മളിവിടെ എല്ലാം കാണണം. അതുകൊണ്ടാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ദാനിയേലിനെ പോലെയൊക്കെയും ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിലും ജീവിക്കാൻ പറ്റും. നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തെ പ്രതി നിങ്ങൾ മാനുഷിക നിയമങ്ങൾക്കും മാനുഷിക അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കുവിൻ. നിങ്ങളുടെ മേലധികാരികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ സ്വസ്ഥതയും സമാധാനത്തോടെയും ജീവിക്കുവാൻ. ഇതാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടീച്ചിങ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായി എന്ത് അഭിപ്രായമുണ്ടെങ്കിലും ശരി, ദൈവം എലക്ഷൻ വഴിയോ ഏത് പ്രോസസ്സിലൂടെയോ ഒരാളെ ദൈവം മേലധികാരിയാക്കിയാൽ നമ്മളത് അംഗീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ സർവാധികാരം കൊണ്ടാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഭരണ സംവിധാനം അവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ കുറച്ച് പ്രവചനം പഠിച്ച് അതിൻ്റെ അർത്ഥവും ഉപാർത്ഥവും അറിഞ്ഞതുകൊണ്ട് നമ്മൾ എക്യുപ്ഡ് ആകുന്നില്ല. നമ്മളെ ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാരിയാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ടും അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ദാരിയാവേശ് രാജാവിനെക്കുറിച്ചും കോരേശ് രാജാവിനെക്കുറിച്ചും നമ്മളിപ്പോൾ കണ്ടു. അവർ ടോട്ടലി ഡിഫറെൻ്റ് ഒരു എംപയറാണ് മേദ്യ പാർഷ്യർ. നമുക്ക് സംസ്കാരം വയസ്സായിട്ട് പോലും നമുക്കറിയാം
ടോട്ടലി ഡിഫറെൻ്റ് സംസ്കാരമുള്ളവർ, അവർ ഈ ദേശത്ത് വന്നപ്പോൾ ഈ ദേശത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് അവരുടെ ആളുകളെ ഒന്നുമല്ല നിയമിച്ചത്, അഡ്മിനിസ്ട്രേഷന് വേണ്ടി അവരെ രാജാവ് അവിടെ ആളുകളെ 120 പേരെ എന്ത് ചെയ്തു? 120 പേരെ പ്രധാന ദേശാധിപതികൾ, അത് ഭരണം നടത്താൻ വേണ്ടി 120 ഗവർണേഴ്സിനെ, ദേശാധിപതികൾ, ഇനിയും അവരെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി 3 അധ്യക്ഷന്മാരെയും ദാരിയോവേശ് രാജാവ് ചുമതലപ്പെടുത്തി. ആ 3 അധ്യക്ഷന്മാരിൽ വെച്ച് ദാനിയേൽ അതിലൊരാളായി. നോക്കിക്കോണം, ഈ ദൈവത്തിൻ്റെ പ്രവർത്തനം. ദാനിയേൽ അതിൽ ഒരാളായി. അതിന് മാത്രമല്ല, രാജാവ് ഒരുപാട് ഇംപ്രസ്ഡായി. ഇവരെല്ലാവരിലും വെച്ച് ദാനിയേലിന് രാജാവിനെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ദ കിങ് വാസ് ഇംപ്രസ്ഡ് ബൈ ഡാനിയൽ. എന്തുകൊണ്ടാണ് ഡാനിയലിൽ ഇത്രയും ഇംപ്രസ്ഡ് ആകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. എനിവേ, നമുക്കൊരു കാര്യം അറിയാം. ഈ ദാനിയേൽ ഈ 1-ാം അധ്യായത്തിൽ വന്നപ്പോൾ നെബൂഖദ്നേസറിൻ്റെ കാലത്താണ് ബാബിലോണിലേക്ക് ദാനിയേൽ കടന്നു വരുന്നത്. അന്ന് താൻ ചെറുപ്പമായിരുന്നു, മേ ബി അറൗണ്ട് 17 ഇയേഴ്സ് അല്ലെ 18 ഇയേഴ്സ്, ഒരു 20s നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഇപ്പോൾ ഈ 6-ാം അധ്യായം വരുമ്പം ഏതാണ്ട് 70 കൊല്ലം പിന്നിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിനിമം 20 വെച്ച് കൂട്ടുവാണെങ്കിൽ നൗ ഹീ ഈസ് ഓൾമോസ്റ്റ് 90 അറ്റ് ദിസ് ടൈം. ഈ 90 വയസ്സിലും 20-ാമത്തെ വയസ്സിൽ താൻ കർത്താവിന് വേണ്ടി എടുത്ത അതേ നിലപാടും അതേ എരിവുമാണ് കർത്താവിൻ്റെ വേർഡിന് വേണ്ടി എടുത്തത്. നോക്ക്, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഒരു ഫുഡിൻ്റെ കാര്യം. ഇന്ന് ആളുകൾ എത്രയോ നിസ്സാരമായിട്ട് ചില വചനങ്ങളെ കാണുമ്പോൾ, ആ നിസ്സാരമെന്ന് തോന്നിക്കുന്ന വചനങ്ങൾ പോലും ദാനിയേലിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദാനിയേലിൻ്റെ നിലപാട് അവിടെ എടുത്തത് കൊണ്ട് 6-ാം അധ്യായത്തിൽ വരുന്നപ്പോഴും രാജാവ് കണ്ടത് ഈ ദാനിയേലിൽ എന്തോ ഒരു പ്രത്യേകത കണ്ടു. നോക്കിക്കോണം, നെബൂഖദ്നേസറുമായിട്ടോ അല്ലെങ്കിൽ ബാബിലോണുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത മേദ്യ പേർഷ്യയിലുള്ള ദാരിയോവേശ് രാജാവിന് ദാനിയേലിൽ ഒരു പ്രത്യേകത കണ്ടു. അതുകൊണ്ടാണ് ആ 3 അതിലും ഏറ്റവും പ്രധാനിയാക്കാൻ ആ ഒരു എൻറ്റയർ കിങ്ഡത്തിൽ രാജാവിന് തൊട്ട് താഴെ തന്നെ അപ്പോയിൻ്റ് ചെയ്യുവാനായിട്ട് ദാരിയോവേശ് രാജാവ് തീരുമാനിച്ചു. നോക്കിക്കോണം, അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4-ാമത്തെ വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. നമുക്കവിടെ നിന്ന് നിൽക്കാം. 4-ാം അധ്യായത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ഒരു കാര്യം എന്താണ്? പെട്ടെന്ന് നോക്കിക്കോണം, അധ്യക്ഷന്മാർക്കും പ്രധാന ദേശാധിപന്മാരും, ആ പ്രധാന ദേശാധിപന്മാരെന്ന് പറയുമ്പോൾ 3 പേരാണ്. 3 പേരിൽ ദാനിയേലിന് രാജാവിനൊരു പ്രത്യേകതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി തീർന്നിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, പവേഴ്സിലുള്ള എല്ലാവരും ഒരിക്കലും ഒറ്റക്കെട്ടൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഒരു കോമൺ കോസിന് അവരെല്ലാവരും ഒറ്റക്കെട്ടായി. കാരണം ഇന്ന് അവരുടെ എല്ലാവരുടെയും കണ്ണിലെ കരട് ദാനിയേലാണ്. കാരണം ദാനിയേലിന് കുറേ കൂടി കൂടുതൽ രാജാവ് കാണുകയും രാജാവ് അപ്രീഷിയേറ്റ് ചെയ്യുകയും രാജാവിന് ഇംപ്രസ്ഡ് ആകുകയും ചെയ്യുന്നത് അവർക്ക് സഹിച്ചില്ല. അതിനെ ആണ് നമ്മൾ അസൂയ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, നമുക്കിവിടെ ഒരു ക്രിസ്തുവിൻ്റെ നേച്ചർ കാണാൻ പറ്റും. ക്രൈസ്റ്റും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 53-54 വചനങ്ങൾ വായിക്കുമ്പം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവിടം വിട്ടു പോകുമ്പോൾ യേശു ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിക്കുവാനും അവൻ്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നത് കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിക്കുവാനും തുടങ്ങി. എന്താ കാര്യം? എന്താ? ഇവരുടെ ഇമ്പോർട്ടൻസ് കുറയുന്നു എന്ന് അവർക്ക് തോന്നി. കാരണം അവിടെ കർത്താവ് വന്ന് ഓരോ ആളുകളെയും സുഖപ്പെടുത്തുകയും സൗഖ്യം കൊടുക്കുകയും അത്ഭുതങ്ങൾ കാണിക്കുകയും മാത്രമല്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ
അർത്ഥം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആളുകൾ കർത്താവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. എക്സാക്ട്ലി ദ സെയിം തിങ്. അതാണ് നമ്മളിവിടെ കാണുക. എന്നിട്ട് നമുക്കതിൻ്റെ ആ 4-ന്റെ 2-ാം ഭാഗം വായിക്കുമ്പം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ വായിച്ചു, പരീശന്മാരും സദൂക്യരും യേശുവിനെക്കുറിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി. പക്ഷേ പിലാത്തോസിൻ്റെ സമയത്ത്, അവസാനം കർത്താവിൻ്റെ ക്രൂശ് മാറുന്ന സമയത്ത് പിലാത്തോസ് പറയുന്നു, ഇവനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നോക്കിക്കേ, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ദാനിയേലിൻ്റെ ലൈഫിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാക്കി അത് വെച്ചുകൊണ്ട് ഇയാളെ താഴെ ഇറക്കാനോ അല്ലെ രാജാവിൻ്റെ മുമ്പിലുള്ള ആ ദാനിയേലിനെ കുറിച്ചുണ്ടായിരിക്കുന്ന ഒരു നല്ല പേരിനെ ചീത്തയാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരൊന്നിലും കണ്ടില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇന്ന് നമ്മളിത് വായിക്കുന്ന നമ്മൾ ഒപ്പിയെടുക്കേണ്ടത്. നമ്മുടെ ജീവിതങ്ങളിൽ അത് ഒപ്പിയെടുക്കണം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ദാനിയേലിന് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടും ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇൻ ആസ് മച്ച് ആസ് ഹി വാസ് faithful. Number 1, he was faithful in his jobs, in his secular job. നമ്മൾ ഓർക്കണം, ദാനിയേൽ ഒരു ഫുൾ ടൈം പ്രൊഫറ്റ് ഒന്നുമല്ല. ദാനിയേൽ ഒരു സെക്യുലർ ജോബിൽ നിന്നുകൊണ്ട് പ്രൊഫറ്റിക് കാര്യങ്ങൾ ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി സെർവ് ചെയ്യുകയാണ്. സോ ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ ഇൻ ഹിസ് സെക്യുലർ ജോബ്. തനിക്ക് ദൈവം അല്ലെങ്കിൽ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഹി വാസ് സോ ഫെയ്ത്ത്ഫുൾ. താൻ വളരെ വിശ്വസ്തനായിരുന്നു. 2, നോ നെഗ്ലിജൻസ്. അതായത് അതിന് ഒരിക്കലും ഒരു ഉദാസീനത ഉണ്ടായില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 9 മണിക്കാണ് വർക്ക് ടൈമെങ്കിൽ 10 മണിക്ക്, ഗവൺമെൻറ് ഓഫീസിലെ കാര്യം പറയുകയാണ്, 10 മണിക്കാണെങ്കിൽ ഈ പേഴ്സൺ ഡാനിയേൽ വിൽ ബി ദെയർ എക്സാക്ട്ലി അറ്റ് 10 o'clock. 10 മണിക്ക് തന്നെ അവിടെ ഉണ്ടാകും. 5 മണി വരെയുള്ള ഉദ്യോഗമാണെങ്കിൽ 4:30 ബങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് പോകുന്ന കാര്യമല്ല. ഹി വിൽ ബി ദാറ്റ് ടിൽ 5. സോ ഇതായിരുന്നു താൻ. ഹി വാസ് നോട്ട് നെഗ്ലിജൻറ്റ് ആൻഡ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് നോ കറപ്ഷൻ. ഒരു കറപ്ഷനും ഇല്ലാത്ത ആളായിരുന്നു. 5-ാമത്തെ വാക്യം മുതൽ: അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. നോക്കി, ഇതിൽ കൂടുതലൊരു സാക്ഷ്യം എന്താ വേണ്ടത്? നോക്കിക്കേ, അയാൾക്ക് ഇനിയും അയാളെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ കൊടുക്കണമെങ്കിൽ അയാളുടെ വിശ്വാസത്തിനെതിരായ എന്തെങ്കിലും നിയമങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാജാവിനെ കൊണ്ടോ അല്ലെ നിയമ സംവിധാനത്തെ കൊണ്ടോ ചെയ്യിക്കാതെ ഒരിക്കലും നമുക്ക് ഇയാളിലൊരു കുറവും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് യേശുക്രിസ്തുവിലും പരീശന്മാരും സദൂക്യരല്ലേ കർത്താവിനെ കൊല്ലണമെന്ന് നടന്ന ആളുകൾക്കൊന്നും നീതിയോടുകൂടി ഒരു കുറവും കർത്താവിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. എല്ലാം കള്ളാരോപണം തന്നെയാണ്. അങ്ങനെ അതേ കള്ളാരോപണം ഇപ്പോഴിതാ ദാനിയേൽ അനുഭവിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ഒരു വിക്കറ്റ്നെസ്സിന് വേണ്ടി, ഒരു മോശമായ കാര്യം ചെയ്യാൻ എത്ര ശത്രുക്കളാണെങ്കിലും അവർ ഒരുമിക്കുന്നത് കാണാം. ദേ ആർ എഗ്രീയിങ് ഓൺ ദീസ് വിക്കറ്റ് തിങ്സ്. എന്തുപോലെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പിലാത്തോസും ഹെരോദാവും അവരൊത്തുചേർന്നു. ദേ കെയിം ടു എഗ്രീമെൻറ്റ്. അപ്പം ദ സെയിം തിങ്, അതേ കാര്യം തന്നെ ഇവിടെയും സംഭവിക്കുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്നു. ഉണർത്തിച്ചത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവേ ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുമെന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. നോക്കി, ഈ 7-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരു കള്ളമാണ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത്
അതിനകത്ത് പ്രധാന ദേശാധിപന്മാരെന്നും പറയുന്നു. ഈ പ്രധാന ദേശാധിപന്മാരിൽ ഒരാളാണ് ദാനിയേൽ. ദാനിയേൽ അവരുടെ കൂട്ടത്തിലില്ല. ദാനിയേലിനെതിരെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ദാനിയേലുമായിട്ടൊരിക്കലും ഇനിയും അഥവാ ഇത് ആലോചിച്ചാലും ദാനിയേലിൻ്റെ പ്രസൻസിൽ ആലോചിച്ചാൽ എന്നെ രാജാവിൻ്റെ ഭോജനം കൊണ്ട് എൻ്റെ ശരീരത്തെ മലിനമാക്കത്തില്ലെന്ന് പറഞ്ഞ ദാനിയേൽ ഡെഫിനറ്റ്ലി എന്ത് പറഞ്ഞേനെ? ഒരു കാരണവശാലും ഞാനിത് ചെയ്യുകയില്ല. നിങ്ങൾ പോകുന്നേ പൊക്കോ, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ മറന്ന ഒരു കാര്യം, എൻ്റെ അപേക്ഷയും എൻ്റെ പ്രാർത്ഥനയും ആ ദൈവത്തോട് തന്നെ ആയിരിക്കും. ഇതായിരുന്നേനെ ദാനിയേലിനോട് ആലോചിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന മറുപടി. എന്നാൽ അവിടെ അവർ കള്ളം പറയുന്നു. അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ, ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ഈ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതണമേ. അതായത് ഈ മീതെ പേർഷ്യക്കാരുടെ ഒരു നിയമം അത് മാറ്റമില്ലാത്തതാണ്. വൺസ് രാജാവിൻ്റെ സിഗ്നേച്ചറും രാജാവിൻ്റെ സീലും വെച്ച് ഒരു നിയമം പാസ്സായാൽ ദാറ്റ് ഈസ് ഇൻഫാലിബിൾ. അത് ഒരിക്കലും മാറാത്ത നിയമമാണ്. നോക്കിക്കേ, ഇത് എവിടെ ഉള്ളതാണ്? ഇത് ആണ് ജാതീയ സങ്കല്പങ്ങളിലുള്ളതാണ് ഇൻഫാലിബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ഡോക്ട്രിൻ ഉണ്ട്. ഇന്ന് ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ഇങ്ങനത്തെ ഇൻഫാലിബിൾ നിയമങ്ങളുണ്ട്. ചില വ്യക്തികളെ, പ്രത്യേകിച്ചും പോപ്പൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഇൻഫാലിബിളാണ്, ഒരിക്കലും മാറ്റം വരാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണ് പിശാച് ഈ ജനസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫാലിബിളായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമേ അൺക്വസ്റ്റ്യനബിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്തിലെല്ലാം ആകാശവും ഭൂമിയും താൻ സൃഷ്ടിച്ച കാര്യമാണ്. ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും, എന്നാലും എൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഹിസ് വേർഡ് ഈസ് ഓൺലി ഇൻഫാലിബിൾ. അല്ലാതെ വേറൊന്നും ഈ ലോകത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണുന്ന ഒന്നുപോലും മാറ്റമില്ലാത്തതല്ല, മാറ്റത്തിന് വിധേയമാകുന്നതാണ്. അതിനെയും രാജ്യമാണെങ്കിലും സാമ്രാജ്യമാണെങ്കിലും അതുതന്നെയാണ്. നമ്മളും ഈ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പോലെ നമ്മൾ കാണുന്നു. ഒരു ഭരണ സംവിധാനവും പെർമനൻ്റായിട്ട് നിൽക്കുകയില്ല. കാലങ്ങൾ കഴിയുമ്പം അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളോർക്കും ജനങ്ങളാ തിരഞ്ഞെടുത്തത്. ഓക്കെ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പിറകിൽ ദൈവമാണ് ഇതെല്ലാം മാറ്റുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ന് എങ്ങനെയാണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലെ പോപ്പിനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും? അല്ലെ, പോപ്പിൻ്റെ കുറേ കാര്യങ്ങൾ ഇൻഫാലിബിൾ ആണെന്ന് പറഞ്ഞ് അവരെ നോക്കിക്കുക, അവരെ വഞ്ചിച്ചിട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. എക്സ് കത്തീഡ്ര എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മറിയത്തിൻ്റെ കന്യാകത്വത്തെക്കുറിച്ച്, മറിയം പാപിയല്ല എന്ന് പറയുന്ന ഒരു കാര്യം. അത് ഒരു എക്സ് കത്തീഡ്രലാണ്, ഇൻഫാലിബിളായിട്ടുള്ള ഒരു കാത്തലിക് ഫെയ്ത്താണ്. 2, മറിയത്തിൻ്റെ സ്വർഗാരോഹണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചിരിക്കുന്നത്. സോ ഇത് മാറ്റമില്ലാത്തതാണ്. ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ ക്രൈമാണെന്നുള്ള നിലയിലാണ് കത്തലിക്സിനെ ഇത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആരും ഈ ട്രൂത്ത് അറിയാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ആ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുകയല്ലേ? ദൈവത്തിൻ്റെ വേർഡിന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ വേർഡിന് മാത്രമേ മാറ്റമില്ലാത്തതുള്ളൂ. ഇന്ന് ഞാനോ നിങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ, ഏത് വാക്ക് പറഞ്ഞാലും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ അത് മാറാവുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിരിക്കാം, പക്ഷെ നാളെ അത് ചെയ്യാൻ ഞാനുണ്ടെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു വാക്കുകളും ഒരു പ്രോമിസസും അതൊക്കെ എപ്പം വേണേലും വീണു പോകാവുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വേർഡ് ഒഴിച്ച് വേറെ ഒന്നും ഇൻഫാലിബിൾ അല്ല. സോ ഇതൊരു ജാതീയ സംസ്കാരമാണ്. ജാതീയ രാജാക്കന്മാരിൽ അന്ന് മീഡിയ പേർഷ്യക്കാരുടെ ഒരു ഇതാണ് ഇൻഫാലിബിലിറ്റി. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് വെച്ച് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം. നോക്കിക്കുക, ആ കുറുക്കു വഴി എല്ലാം കണ്ടുപിടിച്ച് വെച്ച് രാജാവിനെ കൊണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. നമുക്ക് തുടർന്ന് വായിക്കാം. 9ാമത്തെ വാക്യം. അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം
മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കാം. അതെ, അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് രാജാവിനെ കൊണ്ട് അങ്ങനെ ഒരു കൽപ്പന, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കൽപ്പന അവരെ രാജാവിനെ കൊണ്ട് എഴുതിപ്പിച്ചു. അവിടെ രാജാവും വാസ്തവത്തിലൊരു ഫൂളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? സത്യദൈവത്തെ അറിയാത്തവരെല്ലാം ഭോഷന്മാരാണ്. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. എത്രയോ അത് വാസ്തവമാണെന്ന്. എത്ര വലിയ രാജാവാണെങ്കിലും കൊള്ളാം, എത്ര ഭരണത്തിൽ, ഏത് വലിയൊരു ഭരണത്തിൽ ഇരുന്നാലും, എത്ര പവർഫുൾ ആണെങ്കിലും കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവർ, കർത്താവിൻ്റെ ഹിതമറിയാതെ ജീവിക്കുന്നവർ എല്ലാവരും ഭോഷന്മാരാണെന്ന് ദൈവത്തിൻ്റെ വേർഡ് പറയുന്നു. 10ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചത് എങ്ങനെയാണ്? ഈ രേഖ എഴുതിയതായിട്ട് ദാനിയേൽ അറിഞ്ഞു. ദാനിയേൽ അറിഞ്ഞപ്പോൾ ഉള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നാമതായിട്ട് അവൻ ചെയ്തത് എന്താണ്? അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പം ഇത് ഇന്ന് രാജാവിൻ്റെ നിയമം വന്നുകൊണ്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. താൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, കിളിവാതിലുകൾ യെരൂശലേമിലേക്ക് ഡയറക്ഷനിലേക്ക് തുറന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് ദാനിയേൽ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നോക്കി, ഇത് ഇന്ന് ആ സൈൻ ചെയ്ത ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിയെന്നല്ല, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഒരിക്കലും ദൈവമേ, ഈ രാജാവ് പറഞ്ഞേക്കുന്ന ഈ കൽപ്പനയിൽ നിന്നും രക്ഷിക്കണമേ ഞങ്ങളെ, അല്ലെങ്കിൽ ഈ കൽപ്പന തിരിച്ചെഴുതുവാൻ ദൈവം ഇടയാക്കണമെന്നൊന്നും അല്ലല്ലോ താൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്താണ്? നമുക്ക് ഈ ഒരു അധ്യായം വായിച്ചാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ 9ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു തൻ്റെ പ്രാർത്ഥന. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താണ് ഈ 9ാം അധ്യായത്തിൽ ചില ബൈബിളിൽ എഴുതി വെച്ച്, ഡാനിയൽസ് പ്രയർ, ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ചാപ്റ്റർ 9. ഈ 9ാം അധ്യായം തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത് വായിക്കുമ്പോൾ അറിയാം. 2ാമത്തെ വാക്യം ഞാൻ എടുക്കുന്നില്ല. യെരമ്യാ പുസ്തകത്തിലൂടെ വായിച്ചു നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി, ബാബിലോണിൻ്റെ പ്രവാസം 70 കൊല്ലമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജനം തിരികെ പോകണം. എവിടെ പോകണം? യെരൂശലേമിലേക്ക് പോകണം. യെരൂശലേം എന്നേക്കുമായിട്ട് ദൈവം ഡെസൊലേറ്റ് ആക്കിയതല്ല. അവരുടെ കുറ്റവും അവരുടെ കുറവും കൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ ബാബിലോണിലേക്ക് എത്തിച്ചത്. എന്നാൽ സമയമായി, ഇനിയും തിരികെ പോകണം. അപ്പോൾ എന്തായിരിക്കും തൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന വിഷയം? തൻ്റെ പ്രാർത്ഥന വിഷയം ഈ ബാബിലോണിൻ്റെ സംസ്കാരത്തിൽ നിന്ന്, ഈ ഭരണ സംവിധാനത്തിൽ നിന്ന്, ഈ ജാതീയ രാജ്യത്വത്തിൽ നിന്നും ദൈവജനം എങ്ങോട്ട് പോകണം? യെരൂശലേമിലേക്ക് പോകണം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇത് വായിക്കുമ്പം ഈ ലോകം ഇന്ന് എത്തിയിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുമ്പം, ഇന്ന് ലോകം അത്രത്തോളം സഭകളിൽ പോലും കടന്നു കയറിയപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യം, ദൈവമക്കളെന്നുള്ള നിലയിൽ ദൈവമേ, ബാബിലോൺ സംസ്കാരത്തിൽ കണ്ണുമൂടപ്പെട്ട സഭയിൽ നിന്നും, നോക്ക് എത്രയോ ക്രിസ്തീയ സഭകളാണ് ഇന്ന് ഈ എതിർ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നതെന്ന് നോക്ക്. ഇന്ന് നമ്മുടെ ആ പ്രാർത്ഥന ഏതാണ്? ഇന്ന് ബാബിലോണിയൻ ചേർച്ചായി മാറിയിരിക്കുകയാണ്. അതായത് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ബാബിലോണിയ സ്ത്രീ, എല്ലാ മ്ലേച്ഛതകളും, എല്ലാ ജനത്തിൻ്റെ മേളിൽ ആ മ്ലേച്ഛത ഇരിക്കുക. ഈവൻ ഇന്ന് ആത്മീയന്മാരെന്ന് പറയപ്പെടുന്നവർ പോലും അവളുടെ പങ്കാളികളായിരിക്കുകയാണ്. ഇതിൻ്റെ മധ്യയിൽ സത്യം മനസ്സിലാക്കിയ നമുക്ക്, ദാനിയേലിൻ്റെ ഒരു സ്പിരിറ്റ് നമുക്കുണ്ടാവണം. എന്താണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന എങ്ങോട്ടേക്ക് നോക്കിയാൽ പുതിയ യെരൂശലേമിലേക്ക് നമ്മുടെ കണ്ണ് നട്ട് അവിടേക്ക് ആളുകൾ എത്തണം, അവിടേക്ക് ഒരു വിടുതൽ പ്രാപിക്കണം. ആളുകൾ ഈ അസത്യത്തിൽ നിന്ന് ജനം വിടുതൽ പ്രാപിച്ച് സത്യത്തിലേക്ക് എത്തുക. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം അതാണ്. ഇപ്പോൾ ജെനുവിനായിട്ടുള്ളൊരു പ്രയറാണ്. എന്നാൽ തന്നെ നിരന്തരം നോക്കിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവത്തില്ല. നമുക്ക് നോക്കാം, വായിക്കാം അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇനി 11ാമത്തെ വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന്
ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ വിരോധന കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ഈ കാര്യം ഉറപ്പ് തന്നു എന്ന് ഉത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നുവെന്നുണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കുവാൻ മനസ്സുവെച്ചു. അവനെ രക്ഷിക്കുവാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. നമുക്കറിയാം, സ്വാഭാവികമാണ്, ഈ രാജാവിൻ്റെ കൽപ്പനയോ ഒന്നും ദാനിയേൽ അവിടെ മാനിക്കുന്നില്ല. നോക്കി, ഇത് നമ്മുടെ ഒരു നിലപാട് തന്നെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വേർഡ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ തന്നെ അതിനകത്തൊരു സംശയം വേണ്ട. അവർക്കെതിരെ കുറ്റാരോപണം പറയാനോ ഒന്നിനും നമുക്ക് ഒരു അനുവാദവുമില്ല. ദൈവം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. നമ്മൾ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫ് നയിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പുതിയ നിയമത്തിൽ നമ്മളോട് ദൈവം നിർദ്ദേശിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദാനിയേലിൻ്റെ ഈ നിലപാട് നമുക്കുണ്ടാവണം. നമുക്കറിയില്ല, ഇതുവരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടേ വരുന്നു. നോക്കിക്ക്, നമ്മൾ വിശ്വസിക്കുന്ന പല വിശ്വാസ പ്രമാണങ്ങളും ഒരുപക്ഷേ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നാളെ നമ്മുടെ നാട്ടിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കും? നമ്മൾ ദാനിയേലിനെ പോലെ വിശ്വസ്തനായിട്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും വിശ്വസ്തനായിട്ട് നിൽക്കുമോ? അതോ നമ്മളെ ഭയപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ കർത്താവിനെ നമ്മൾ ഒറ്റിക്കൊടുക്കുമോ? അല്ലെങ്കിൽ കർത്താവിനെ വേണ്ട എന്ന് വെക്കുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദാനിയേൽ എത്രയോ ബോൾഡായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതേ കാര്യം അവർ ചെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നു. പെട്ടെന്ന് രാജാവ് ഇത് കേട്ടപ്പോൾ രാജാവിന് സങ്കടം തോന്നി. കാരണം രാജാവ് അപ്പോഴും ദാനിയേലിനെ ഉദ്ദേശിച്ചൊന്നുമാണോ ഈ കൽപ്പനയെന്നോ ഒന്നും തനിക്കൊരു ഐഡിയ ഇല്ല. താൻ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ആളുകൾ വന്ന് രാജാവിനോട് ഈ ഒരു കൽപ്പന ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഒരു ഐഡിയ ഇല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ദാനിയേലാണ്. ദാനിയേലിനെ തനിക്ക്, എന്നാൽ തൻ്റെ പേര് തന്നോട് അപേക്ഷിക്കാതെ വേറെ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് കണ്ട് വേണമെങ്കിൽ ദാരിയാവേശ് രാജാവിന് അപ്പോൾ തന്നെ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിടാൻ പറയാമായിരുന്നു. പക്ഷേ ദാരിയാവേശ് രാജാവിന് ദാനിയേലിനെ കുറിച്ചുള്ള ഇംപ്രഷൻ അത്ര വലുതാണ്. തനിക്ക് സങ്കടം തോന്നി. താൻ അന്ന് വൈകിട്ട് വരെയും അതിനുവേണ്ടി കാത്തിരിക്കുക, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച്. ഇപ്പോഴായിരിക്കും ദാരിയാവേശ് രാജാവിന് മനസ്സിലായത് താൻ എഴുതി ചേർത്ത നിയമം എത്ര ഫൂളിഷാണെന്ന്. കാരണം ഒന്ന്, തൻ്റെ പ്രശ്നം അവിടെ താൻ എഴുതിയത് മേദ്യരുടെയും പാർശ്യരുടെയും നീക്കം വരാത്ത നിയമത്താലാണ് ഈ നിയമം വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങൾ ഒരിക്കലും മാറാത്തതായിരിക്കണം. അപ്പം ഇവിടെ ഇത് രാത്രി വരെയും അതിനുവേണ്ടി കാത്തിരുന്നു. നമുക്ക് 15-ാമത്തെ വാക്യം. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധന കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർശ്യകളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ നമുക്ക് 16-ാമത്തെ വചനം. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞ് രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ച് ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിൽ മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ട് മഹത്തുക്കളുടെയും മോതിരം കൊണ്ടും അതിനെ മുദ്രയിട്ടു. നമുക്ക് ഇതുവരെയും വായിച്ചത് ഇന്ന് മനസ്സിലായത്, ദാരിയാവേശ് രാജാവിന് ദാനിയേലിനെ രക്ഷിക്കണമെന്നുണ്ട്. കാരണം ദാനിയേൽ ട്രൂത്താണ്.
ട്രൂത്തിൽ നിന്ന് ദാനിയേലിനെ രക്ഷിക്കണമെന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ദാരിയാവേശ് രാജാവ് പറഞ്ഞ വാക്കുകൾ അത് ഒരിക്കലും മാഞ്ഞു പോകാത്തതാണെന്നുള്ളൊരു ബോധ്യം തന്നെ ഭരിക്കുകയാണ്. നോക്കി, ഇത് തന്നെയായിരിക്കും നമ്മൾ ഇനിയും വരുന്ന കാലങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കണോ അതോ നമ്മളുടെ നേട്ടത്തിന് വേണ്ടി നിൽക്കണോ? നേട്ടത്തിന് വേണ്ടി ഒരുപക്ഷെ കർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമ്മളിവിടെ നിൽക്കും. നമ്മൾ നേട്ടത്തിന് നിൽക്കുമോ അതോ നേട്ടം എല്ലാം പൊക്കോട്ടെ കർത്താവിനെ മാത്രം മതി എന്ന് വെക്കുമോ? ഇതാണ് ദാരിയാവേശ് രാജാവിനുണ്ടായ ഒരു പരീക്ഷണം അതാണ്. പക്ഷെ ദാരിയാവേശ് രാജാവിന് തൻ്റെ വാക്കിനേക്കാൾ വലുതായിട്ടൊന്നും താൻ കണ്ടില്ല അവിടെ. എന്നാലും അവിടെ ആ ദാനിയേലിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ദാനിയേലിനോടുള്ള ആ ഒരു ഇഷ്ടം അവിടെ വളരെ ക്ലിയറായിട്ട് കാണുന്നു. ദാനിയേലിനോട് പറയുന്നു, ദൈവം, നീ രാവും പകലും സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദാരിയാവേശ് രാജാവിന് ഒരു താല്പര്യവുമില്ലാത്തൊരു നിയമമായിരുന്നു ഇത്. ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. 18-ാമത്തെ വാക്യം. പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. അപ്പോൾ നോക്കുകയെ രാജാവിന് എവിടേക്കോ ഒരു സെൻസ് ഓഫ് ഫിയർ ഉണ്ട്. അല്ലെങ്കിൽ ദാനിയേൽ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് എവിടേക്കോ എന്തൊക്കെയോ ഒരു ഗ്ലിംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. നോക്ക്, അതേസമയം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ദാനിയേലിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചു, സിംഹത്തിൻ്റെ വായടച്ചു. അവിടെ ഒരു പക്ഷെങ്കിൽ ഏറ്റവും പീസ്ഫുള്ളായിട്ടെന്ന് ഉറങ്ങിയത് ദാനിയേൽ മാത്രമായിരിക്കും. കാരണം ദാനിയേലിന് പ്രിറ്റി ഷ്യൂറാണ് താൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളത് തനിക്കറിയാമായിരുന്നു. അടുത്ത വാക്യം. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ. അപ്പോൾ തനിക്കതറിയാം, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ സേവിക്കുന്നവനാണ് ദാനിയേലെന്നും. സോ ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പം അവിടെ കളിയാക്കിയൊന്നും ചോദിച്ചല്ല, തൻ്റെ ആഗ്രഹമാണ്, തൻ്റെ സ്വപ്നമായിരുന്നു അത്. ഒരു പക്ഷേ തൻ്റെ ഉള്ളം കൊണ്ട് താൻ ആഗ്രഹിച്ച് കാണുമത്. എന്നാൽ അവിടെ ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സുമായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമേനിയുടെ മുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. നോക്കി, എന്തൊരു കോൺഫിഡൻസാണ്. ഇന്ന് നമ്മൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഞാൻ ദൈവത്തോട് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ ഞാനിവിടെ വന്നിരിക്കുന്നത്? രണ്ട്, ഞാൻ നോക്കേണ്ടത് ഞാൻ മനുഷ്യനോട് എവിടെയെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഈ രണ്ട് വിഷയത്തിലും ദാനിയേലിന് വളരെ ഉറപ്പാണ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാജാവിനോട് പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച സിംഹത്തിൻ്റെ വായ അടച്ചതുകൊണ്ട് എനിക്കൊരു കേടുമുണ്ടായില്ല. കാരണം ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്, അങ്ങയുടെ മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവനാണ്. 23-ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു. അവൻ ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നോക്ക്, അപ്പം രാജാവ് നോക്കി, ഈ ദാനിയേലിനെ അവിടുന്ന് കയറ്റി ആ ഗുഹയിൽ നിന്ന് വെളിയിലെടുത്തു. ഈ ദാനിയേലിനൊരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നതായിട്ട് കണ്ടു. നോക്ക്, ഇത് നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായം 33-ാമത്തെ വചനം ഒന്ന് വായിക്കാം. എന്തുകൊണ്ടായിരിക്കും ഈ സിംഹങ്ങളുടെ വായ അടഞ്ഞത്? നമ്മളവിടെ ഇവിടെ വായിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ വായ അടച്ചു എന്നുള്ളതാണ്. നമുക്ക് 33-ാമത്തെ വാക്യം മുതൽ എബ്രായർ 11-ന്റെ 33. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി,
നീതി നടത്തി. അതായത് പഴയ നിയമ വിശ്വാസികൾ പലരും പലത് ചെയ്തതിനെക്കുറിച്ച്, ചെയ്ത കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്കുണ്ടായ വിശ്വാസത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ചോ ഓരോന്നോരോന്ന് പറയുകയാണ്. നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. അപ്പോൾ ഇതിനകത്ത് എസെൻസ് എന്താണ്? വെറും ഒരു ദൂതൻ വന്ന് വായടച്ചെന്നുള്ളതല്ല. ഡാനിയേലിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താ? താൻ നിരന്തരം സേവിക്കുന്ന ദൈവത്തിലുള്ള ആത്മാർത്ഥ വിശ്വാസം, ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. താൻ ഇന്നും ഇന്നലെയും ഒന്നുമല്ല ദൈവത്തിൻ്റെ സർവാധികാരം കണ്ടു തുടങ്ങിയത്. തൻ്റെ 17 അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സ് മുതൽ താൻ അത് അനുഭവിക്കുകയാണ്. ബാബിലോൺ സ്ഥലത്ത് വന്ന് നെബൂഖദ്നേസറിൻ്റെ കീഴിൽ വന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സർവാധികാരം വന്നു. ഏറ്റവും സിമ്പിളെന്ന് തോന്നുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ പോലും ദൈവം ഓരോ മനസ്സിനെ മാറ്റാൻ കഴിവുള്ളവൻ. തന്നെ ഏൽപ്പിച്ച ആ മേലധികാരിയുടെ മനസ്സ് മാറ്റിയെന്ന് നമ്മളവിടെ വായിക്കുന്നു. തനിക്ക് പച്ചക്കറി തിന്നാനുള്ള അനുവാദം കൊടുക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ മാറ്റി. നോക്കി, എന്നിട്ട് തുടർന്ന് ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. നെബൂഖദ്നേസർ എത്ര കാലം ജീവിക്കണം, അതിനുശേഷം നെബൂഖദ്നേസറിൻ്റെ മകൻ, കൊച്ചുമകൻ എത്ര നാൾ വരും ജീവിക്കണം, അത് കഴിഞ്ഞിട്ട് മേദ്യ പേർഷ്യക്കാർ എപ്പോഴും വരണം, ഇതെല്ലാം താൻ കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കൂട്ടിൽ ഇടുവാണെങ്കിൽ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഞാൻ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം സിംഹങ്ങളുടെ വായടച്ചു എന്നാണ് നമ്മളിപ്പം വായിച്ചത്. 24-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. ഇത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്കി, ഈ സിംഹങ്ങൾ അത്രത്തോളം വിശന്നിരുന്ന അതാണ്. അതായത് അവർ താഴെ എത്തുന്നതിന് മുമ്പ് ഇതിനെ എല്ലാത്തിനെയും കഷ്ണങ്ങളാക്കി മാറ്റി നമ്മൾ വായിക്കുന്നു. ദാനിയേലിനെതിരെ സംസാരിച്ചവരെ മൊത്തം സിംഹഗുഹയിലേക്ക് തള്ളിയിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതൊരു ജാതീയ രീതിയാണെങ്കിൽ പോലും നമ്മളവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം, എത്ര പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യരെ ഒരുപാട് ബാധിക്കുമായിരിക്കും. പകർച്ചവ്യാധികൾ ഇനിയും ഉണ്ടാവും, ലോകത്തിൽ ഭൂകമ്പങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുമ്പോഴും ദൈവമക്കൾക്ക് ദൈവം കൊടുത്തേക്കുന്ന ഒരു ഉറപ്പുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തല ഉയർത്തി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. കാരണം ഇതിനെല്ലാം വിടുതൽ പ്രാപിച്ച് നമ്മൾ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവരാണ്. യെസ്, ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് ആ ഒരു ഫെയ്ത്താണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അത് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാവുന്നില്ല. 25-ാമത്തെ വാക്യം. അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്നും ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ഒന്നാമത്തെ കാര്യം നോക്കിയേ, ദാനിയേലിൽ ഉണ്ടായിരുന്ന ദൈവിക നോളജ് ഇപ്പം ആരിലേക്ക് പകരുവാണ്? ഒരു ജാതീയ രാജാവായിരിക്കുന്ന ദാര്യാവേശിലേക്ക് പകരുകയാണ്. നമ്മൾ ഓർക്കണം, ദിസ് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഒബീഡിയൻസ് ടു ദ ലോഡ്. ഒബീഡിയൻസിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് ഇതാണ്. നമ്മൾ കർത്താവിനെ അനുസരിക്കുമ്പം നമ്മൾ മാത്രമല്ല ബ്ലെസ്ഡ് ആകുന്നത്, നമ്മളിലൂടെ അനേകർ ഈ കർത്താവിനെ അനുസരിക്കുവാൻ ഇടയായിത്തീരും. നോക്കിക്കേ, ആ വിശ്വാസം, രാജ്യത്വം എല്ലാം പരമാധികാരം എല്ലാം അവിടുത്തേതാണ് എന്ന് പറയണമെങ്കിൽ ഇതെവിടുത്തെ ഫെയ്ത്താണ്? ആരിലുണ്ടായിരിക്കുന്ന ഫെയ്ത്താണ്? ദാനിയേലിലുണ്ടായിരിക്കുന്ന ഫെയ്ത്താണ്. നമ്മുടെ ജീവിതമില്ലാതെ നമുക്കൊരു സുവിശേഷ പ്രവർത്തനമില്ല. വെറുതെ സുവിശേഷം പറയാൻ വേണ്ടി പറയുന്നതാണ് ഇന്നത്തെ ആളുകളുടെ രീതി. ലൈഫില്ല, അല്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും കലഹമാണ്. പാസ്റ്റർ ആണെങ്കിലും പാസ്റ്ററായിരിക്കാം, പ്രവാചകനായിരിക്കാം, പക്ഷെ വീട്ടിൽ കലഹമായിരിക്കും. ഇവർ വന്ന് സുവിശേഷം അറിയിക്കും,
സമാധാനത്തിൻ്റെ സുവിശേഷം അറിയും. ജീവിതത്തിൽ അയാൾ സമാധാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്? നമ്മുടെ അനുസരണത്തിലൂടെ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു പാഠം. തുടർന്നും പിന്നെയും രാജാവ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവൻ രക്ഷിക്കുകയും, ദൈവം ചെയ്യുന്ന കാര്യം, ഹീ ഡെലിവേഴ്സ്, അവൻ രക്ഷിക്കും, വിടുവിക്കും. ഓക്കെ, ഹി റെസ്ക്യൂസ് ആൻഡ് ഹി ഡെലിവേഴ്സ്. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇത്രയും ആ ഒരു കാര്യം, അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ താൻ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ബോധ്യം ദാര്യാവേശ് രാജാവിന് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കൊരേശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്രായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും അതിൻ്റെ തുടക്കകാലത്തൊക്കെ ഒരുപക്ഷേ ദാനിയേൽ കൊരേശിൻ്റെ കാലത്തും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അത്രത്തോളം ലെങ്ത് ഓഫ് ഇയേഴ്സ്, ഓൾമോസ്റ്റ് 90 അല്ലെങ്കിൽ ഒരു 100 ഇയേഴ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴായിരിക്കും മരിക്കുന്നത്, നമുക്കറിയില്ല. എനിവേ നമ്മൾ പഠിച്ച ഒരു പാഠം ഇതാണ്: കർത്താവിനെ ബാബിലോണിലേക്ക് വന്ന നാൾ ചെറുപ്പകാലം. ഇപ്പോഴിതാ ദാര്യാവേശിൻ്റെ കാലമെത്തിയപ്പോൾ ഹി വാസ് ടു ഓൾഡ് ദാനിയേൽ. ഈ സമയത്തും ദൈവത്തെക്കുറിച്ചുള്ള എരിവ് ഒരുപോലെ തന്നെ, ദൈവത്തിലുള്ള നിലപാടുകൾ ഒരുപോലെ തന്നെ, അന്ന് ഭക്ഷണ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെ ദാര്യാവേശ് രാജാവിൻ്റെ ഇടയിൽ ഒരു നിയമം വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് കുറവ് കാണിച്ചില്ല. അല്ലെങ്കിൽ കിളിവാതിലുകൾ അടച്ചിട്ടിട്ടല്ല പ്രാർത്ഥിച്ചത്, പ്രാർത്ഥനയ്ക്കൊരു മുടക്കവും വരുത്തിയില്ല. നമ്മളും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ നിലപാടുകൾ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട ഓരോ അവസരങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുള്ള ശക്തി തരട്ടെ. നമുക്ക് കർത്താവ് ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കാതെ ഇങ്ങനൊരു ധന്യമായ ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി, ഏറെ താഴ്മയുള്ളവരായി ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാൻ കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ.